ജീവിതം കാഴ്ചയുക അണയാമൊന്നു ചേരാ ദൈവത്തിനെ ബലിയർപ്പിക്ക ആ തിരുനാഥന്റെ മുൻപിൽ ജീവിതം കാഴ്ചയുക പാപക്കറകൾ നീക്കിടുക ദൈവം നൽകിയ നന്മയ്ക്ക നന്ദി ചൊല്ലിടുക പാപക്കറകൾ നീക്കിടുക പാവനമാനസരായിടുക ദൈവം നൽകിയ നന്മയ്ക്ക നന്ദി ചൊല്ലിടുക അണയാമൊന്നു ചേരാ തിരുനാഥന്റെ മുൻപിൽ ജീവിതം കാഴ്ചയുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും പത്രോസ് ഈശോയുടെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സർവവും ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സർവവും ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്ന ഞങ്ങൾക്ക് എന്താണ് കിട്ടാനിരിക്കുക? വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളൊന്ന് ധ്യാനാത്മകമായി വായിച്ചു പോകുമ്പോൾ രണ്ട് ശിഷ്യന്മാരാണ് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു വയ്ക്കുന്നത്. ഒന്ന് പത്രോസ് ചോദിക്കുന്നു, അതേ ചോദ്യം തന്നെ വീണ്ടും ഒരിക്കൽ മറ്റൊരു ശിഷ്യൻ ആവർത്തിക്കുന്നുണ്ട്. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് എന്ത് കിട്ടുമെന്ന് യഹൂദ പ്രമാണികളോട് ചോദിക്കുന്നുണ്ട്. യൂദാസ് അവരോട് ചോദിക്കുന്നത്, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്കെന്ത് തരും? സ്വാർത്ഥതയുടെ കലർപ്പുള്ള ഒരു ചോദ്യമാണ് ഇത് എന്ന് നമുക്കറിയാം. നിസ്വാർത്ഥമായി ജീവിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുമ്പോഴും സ്വാർത്ഥത അല്പം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നു ചോദ്യമാണ്. ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നത് വലിയൊരു ചോദ്യം. അവനെ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നാൽ എനിക്കെന്ത്? ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന് പഠിപ്പിച്ചതും എന്ത് കിട്ടും എന്നതിൻ്റെ വെളിച്ചത്തിലല്ല, മറിച്ച് എത്രമാത്രം കൊടുക്കാനാകും എന്നതിൻ്റെ വെളിച്ചത്തിൽ അവരനെ സ്നേഹിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. കൽവരിയിലെ മരക്കുരിശിൽ അനന്തമായ ആകാശത്തിനും വിശാലമായ ഭൂമിക്ക് മധ്യേ ആരാലും ഉപേക്ഷിക്കപ്പെട്ട് തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നിന്ദനത്തിൻ്റെയും ഒക്കെ വേദന സഹിച്ചുകൊണ്ട് ലാമാ സബക്താനി എന്ന് പറഞ്ഞ് നിലവിളിച്ച് മരിക്കുന്ന കർത്താവ് നമ്മളോട് പറയുന്നത്, എന്ത് കിട്ടുമെന്നതിൻ്റെ വെളിച്ചത്തിലല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം നിങ്ങൾക്ക് എനിക്ക് നൽകാനാകും. അവസാനത്തുള്ളി രക്തം വരെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി നൽകുന്നത് നമ്മൾ കാണും. എന്ത് കിട്ടും എന്നതിൻ്റെ വെളിച്ചത്തിലല്ല, എത്രമാത്രം കൊടുക്കാനാകും എന്നതിൻ്റെ വെളിച്ചത്തിൽ സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷമാണ് ഈശോ നമുക്ക് എപ്പോഴും നൽകിയിട്ടുള്ളത്. ഈ സ്വാർത്ഥ ചിന്ത നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടും എന്ന ഒരു സ്വാർത്ഥതയുടെ പൈശാചിക ചിന്ത.
എന്തിനേറെ വിശുദ്ധമായ വിവാഹബന്ധത്തിൽ പോലും എനിക്ക് എന്ത് കിട്ടുമെന്ന ചിന്തയുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എനിക്ക് എത്രമാത്രം നൽകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അത്രമാത്രമേ കൊടുക്കാനായിട്ട് ഇന്ന് പലരും തയ്യാറുണ്ട്. എനിക്ക് എന്ത് കിട്ടുന്നു എന്നതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളിയെ പോലും സ്നേഹിക്കാൻ തയ്യാറാകുന്ന ജീവിത പങ്കാളി. എനിക്ക് എന്ത് കിട്ടും എന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രം, എന്ത് കിട്ടുന്നു, എന്ത് കിട്ടി എന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രം മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ തയ്യാറാകുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ എന്തിനേറെ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ഒക്കെ പരിവേഷമുള്ള വിശുദ്ധമായ സമർപ്പണ ജീവിതത്തിൽ പോലും നമ്മളറിയാതെ കടന്നു വരുന്ന ഒരു വലിയ തിന്മയാണ് ഇത്. എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രം ശുശ്രൂഷയ്ക്ക് പോലും തയ്യാറാകുന്ന മനുഷ്യർ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോ പറയും എന്ത് കിട്ടും എന്നതിൻ്റെ വെളിച്ചത്തിലല്ല, എത്രമാത്രം കൊടുക്കാനാകും എന്നതിൻ്റെ വെളിച്ചത്തിൽ സ്നേഹിക്കാൻ നിങ്ങൾക്കാകട്ടെ. ഈ വിശുദ്ധ സുവിശേഷം ഈ വിശുദ്ധ നാളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സുവിശേഷമാക്കി മാറ്റാൻ പ്രത്യേകം പരിശ്രമിക്കാം. ഈശോയുടെ ഈ വിശുദ്ധ ബലി ഏറ്റവും ഭക്തിയോടുകൂടെ നമ്മൾ അർപ്പിക്കുമ്പോൾ ചെമായിത്ത് അഗസ്റ്റിൻ ത്രേസ്യ, കുറ്റികൾ ജോസ്, തോട്ടകത്ത് ചീഫ് ലൂസി, തോട്ടകത്ത് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി കൂടെ ബലിമധ്യേ നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോട് സഹോദരൻ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നെറ്റികനിലെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ പരിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവനത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായി എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ് ചൊരിയണമേ. അങ്ങനെ അങ്ങേ എല്ലാറ്റിലും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരത്തുള്ളത് കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്. സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നതും എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരവരെ ഞാൻ നിന്റെ മേൽ അയക്കും. നിന്റെ ജ്ഞാനത്തിന്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നതിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവന്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിചിതനെ പോലെ നീ വിദേശികളുടെ കരുത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വചനം. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. മുറിവേൽപ്പിക്കുന്നതും
ഞാൻ തന്നെ. അവരെ ഞാൻ ചിതറിച്ചു കളയും, ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കും എന്ന് ഞാൻ പറയുമായിരുന്നു. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു, കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ആലോചനയില്ലാത്ത ഒരു ജനമാണവർ, വിവേകവും അവർക്കില്ല. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈപിടിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ 1000 പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു? 10,000 തുരത്താൻ 2 പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു? മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. അവരുടെ വിനാശകാലം ആസന്നമായി, അവരുടെ മേൽ പതിയാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു. കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും, തന്റെ ദാസരോട് കരുണ കാണിക്കും. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 19, 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കടിയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വൈദ്യകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരുമാണ്. കർത്താവിൻ്റെ വിശുദ്ധ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ജീവിതാർച്ചന വേളയായിതാ, മാനസങ്ങളിൽ പൂജയാ, സ്നേഹദായക ജീവദായക, സ്വീകരിക്കുമീ പൂവുകൾ. ജീവിതാർച്ചന വേളയായിതാ, പൂജയാ, സ്നേഹദായക ജീവദായക, സ്വീകരിക്കുമീ പൂവുകൾ. കണ്ണുകൾക്കു നീ പുതിയ കൽത്തിരി, കാതുകൾക്കു നീ മാധുരി, കണ്ണുനീരിലും
കാൺമു പുഞ്ചിരി കാഴ്ച നൽകിടാം മഞ്ജരി കാഴ്ച നൽകിടാം മഞ്ജരി ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്വഭാവമായി ദൈവമേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ച തിരുവങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങ് തന്നെ ധ്യാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതിഗതികൾ അങ്ങയുടെ അനന്തമഹിമയെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് അവ ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ എല്ലാ മലങ്കന്മാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ സ്തുതിഗീതം താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കുന്നൻ. ഉന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാനത്തെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പിക്കുന്നതായിട്ട് പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ദാസനായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും എന്നും ഉന്നയിക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക് പകർന്നാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവല്ലമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുടെയായി എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുടനമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നീടാ അനുദിനം സ്തുതി പാടാ. അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങളെ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരുവാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുവാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോവിഡിൻ പീഡയിൽ രക്ഷക നിൻ തിരുനാമത്തിൽ തിരുച്ചോരയിൽ പൂർണ്ണമായ ആശ്രയിക്കുന്നു നാഥാ. ഓ ദിവ്യമൈദ്യനാമേശുനാഥാ, തിരുരക്ഷ
കൊടുത്ത്